ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എൻട്രി. ഓർഡർ ബുക്കും കൂടെ കാണിച്ചു തരാം. നമുക്ക് എൻട്രി കിട്ടിയത് 634 55 200 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഇപ്പോൾ ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഇതിൻ്റെ പ്രീവിയസ് ആ റെഡ് ക്യാൻഡിൽ ഉണ്ടോ, റെഡ് ഹാമറിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡേഴ്സ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ഇതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ലോ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് വയ്ക്കുന്നത്. ഏകദേശം ഒരു 50 പോയിൻറ്റ്സിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വരും ഹാമറിൻ്റെ ലോയെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. ടാർഗറ്റ് നമ്മളെപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു ടാർഗറ്റ് ആയിരിക്കും. ഇപ്പോൾ ചെറിയൊരു നെഗറ്റീവിലോട്ട് വരുന്നുണ്ട്. നമുക്ക് 55 200 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത് 120 ക്വാണ്ടിറ്റി 634.96 ആണ് നമ്മളുടെ ആവറേജ് പ്രൈസ് കിട്ടിയേക്കണത്. സോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2000 അടുപ്പിച്ച് ലോസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കീപ്പ് ചെയ്തേക്കാം. സ്റ്റോപ്പ് ലോസ് SL പ്രൈസ് വന്നിട്ട് 50 ആകുമ്പോൾ 25 പോയിൻറ്റ്സ് ആകുമ്പോൾ 610യും 611. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ഏകദേശം ഒരു 2000 അടുപ്പിച്ച് ലോസ് കാണിച്ചതായിരുന്നു. ചെറിയ ഒരു ക്യാൻഡിൽ ഫോം ആയപ്പോൾ തന്നെ അത്രയും വലിയൊരു ലോസ്, ഏകദേശം ഒരു 2000+ ഒരു ലോസ് കാണിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, ഞാനൊരു പ്രോപ്പർലി നമ്മുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷമാണ് എടുത്തത്. ഹാമർ ക്യാൻഡിൽ ഫോമായി ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി ആയത്. ഇനി സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും SL ആണെങ്കിലും കുഴപ്പമില്ല, വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ല. ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് ഈ ട്രേഡിൽ ഉള്ളൂ. അപ്പം ചിലവർ ചോദിക്കാറുണ്ടല്ലോ RR ഒട്ടും ശരിയല്ല, RR നമ്മൾ ശരിയാക്കിയിട്ടെടുക്കുന്നതല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ്. സോ അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് 1:2 എന്ന് പറയാം. പക്ഷേ അത് എല്ലാ ട്രേഡിലും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എത്ര മണി നമുക്ക് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് വരെ ഉള്ളൊരു റേഞ്ചിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു 78 പോയിൻറ്റ്സ് നമുക്ക് ലോയിൽ വയ്ക്കാൻ പറ്റാത്തപ്പം ചെറിയ സ്റ്റോപ്പ് ലോസ് വല്ലതും ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ബുക്കിലും അങ്ങനെയൊക്കെ വായിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ട്രേഡിങ്ങിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ മാർക്കറ്റിനെ കണ്ടത് വെച്ചിട്ടാണ്. അപ്പോൾ 78 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബെയറബിളായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസാണ്. സോ അതാണ് ഞാൻ എപ്പോഴും ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ്. അത് RR മോശമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബുക്കിലൊക്കെ വായിച്ച് വെച്ചിട്ടും ഈ യൂട്യൂബിലെ ആൾക്കാരൊക്കെ പറയണത് വെച്ചിട്ടും RR മോശമാണ്. ഞാൻ ആരെയും ഇത് പറയുകയല്ല, പക്ഷേ അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് എനിക്ക് ബെയറബിളായിട്ടുള്ളൊരു ഒരു ഏരിയയിൽ കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അത് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്കൊരു നെക്സ്റ്റ് ട്രേഡ് എടുക്കാം. അതല്ല നമ്മളുടെ ഒരു പെർ ഡേ ഇന്നത്തെ ഒരു ലിമിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻസ് ട്രേഡിൽ നിന്ന് ഇറങ്ങും, പിന്നെ ട്രേഡൊന്നും എടുക്കാതിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാത്തിലും നമുക്ക് 1:2 ഇപ്പോൾ RR വെച്ച് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ടാർഗറ്റ് നല്ല കൂട്ടി വയ്ക്കാം. കാരണം R2ൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾ CPRനെ പ്ലോട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കണം. R2ൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും നല്ലൊരു ഹയർ സൈഡാണ്. R1നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 90% സമയത്തും R2നെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്, മനസ്സിലായി? സോ അതെപ്പോൾ ഹിറ്റ് ചെയ്യുന്നുള്ളതെന്ന് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് തന്നതിന് ശേഷമായിരിക്കും താഴത്തോട്ട് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമായിരിക്കും വീണ്ടും പിന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനോ അങ്ങനെ ചെയ്യാനോ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തൊരു ഗ്രീഡിനെസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ട്രെയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല. ചില സമയത്ത് ഞാൻ ട്രെയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ചില സമയത്ത് കിട്ടാറുണ്ട്. സോ അപ്പം നോക്കാം ഏതായാലും ഏത് രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന്. ഏതായാലും ഇപ്പോൾ ഒരു അത്യാവശ്യം ആ ഒരു റേഞ്ചിനെയും കൂടെ മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കൂടെ റൺ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, 3000+ പ്രോഫിറ്റായി. ഓക്കെ, നമുക്ക് നമ്മളുടെ ടാർഗറ്റ് വച്ചേക്കാൻ ട്രേഡേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ആവറേജ് ബൈങ് വെച്ചിട്ട് പറയുമ്പോൾ 684,
ടാർഗറ്റ് 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 684 ഒരു 4000 ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഒരു 4500 4800 ഒക്കെ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം, കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. പിന്നെ നമുക്ക് ഈ ട്രേഡിലൊരു ടെൻഷനില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ആയി. കണ്ടോ, റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്തത് അത്യാവശ്യം നല്ലൊരു ഹാമർ ക്യാൻഡിൽ കൊണ്ടാണ് റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്തത്. ഫൈൻ, നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന്. പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ചത് ക്ലാസ്സിൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് പേര്, വളരെ സന്തോഷം, ഒരുപാട് പേര് അതിൻ്റെ അകത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാറ്റർഡേ സൺഡേ എനിക്ക് തോന്നുന്നു 2 സെക്ഷനായിട്ട് വയ്ക്കേണ്ടി വരും. ഒറ്റ ദിവസം കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചിലപ്പം അത്രയും ഗ്രാസ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു 2 പാർട്ടായിട്ട് വയ്ക്കാം. ഒരു സാറ്റർഡേയോ എല്ലാവർക്കും ഫ്രീ ഉള്ളൊരു ദിവസം നോക്കി. അപ്പം എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ അതൊരു എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ആദ്യം ഒരു 10 പേരോ 15 പേരോ അല്ലെങ്കിൽ ഒരു 20 പേരോ ഒരു ചെറിയൊരു ലിമിറ്റ് വെച്ചിട്ട്, ഒരു ചെറിയൊരു ലോട്ട് സൈസ് വെച്ചിട്ട്, അങ്ങനെ ഒരു ചെറിയൊരു മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത ആൾക്കാർക്കും അതൊക്കെ ഒന്ന്, പുതിയ ആൾക്കാർക്കും വേണമെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ക്രിപ്റ്റോയിൽ വീഡിയോ ഇടാൻ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ക്രിപ്റ്റോയിൽ വീഡിയോ ഇടാഞ്ഞത്. അപ്പം എല്ലാവർക്കും അത് കാണാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. ഇന്നലെ ഞാൻ ട്രേഡൊന്നും എടുത്തില്ല. ഇന്നലെ നിങ്ങൾ മാർക്കറ്റിനെ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇന്നലെ ഓൾ ടൈം ഹൈ ആയിരുന്നു മാർക്കറ്റ് അടിച്ചത്. അപ്പോൾ ഓൾ ടൈം ഹൈ പോയി സെല്ല് ചെയ്യുന്നതിലോ ഓൾ ടൈം ഹൈ പോയി ബൈ ചെയ്യുന്നതിലോ അർത്ഥമില്ല. ഓക്കെ, ഫൈൻ. നമ്മളുടെ ടാർഗറ്റ് ഏതായാലും അടുത്തെത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഫൈൻ. അപ്പോൾ ഓൾ ടൈം ഹൈ പോയി ബൈ ചെയ്യുന്നതിലോ ഓൾ ടൈം ഹൈ പോയി സെല്ല് ചെയ്യുന്നതിലോ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി നോക്കിയായിരുന്നു, പക്ഷേ ഒരു ട്രേഡും കിട്ടിയില്ല. സോ അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ട്രേഡിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മുടെ ആ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതിലൊന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ വലിയൊരു സന്തോഷമായിരിക്കും. ട്രേഡേഴ്സ്, നമ്മുടെ ടാർഗറ്റ് ഏതായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 6000 അടുപ്പിച്ച് ഒരു 5800ൻ്റെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. റീസൺ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഒരു റെഡ് ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും വെച്ചു. ജസ്റ്റ് ആ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ചു. അങ്ങനെ ഇന്ന് ഓവറോൾ നമ്മളൊരു 5800 6000 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇതാണ് ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു, ബൈ.